നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. IPL 2026 അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിനു ശേഷം CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നത്. തോൽവികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനു പകരം പരിക്കിന്റെയും കളിക്കാരുടെ അഭാവത്തിന്റെയും പുറകിലൊളിക്കാൻ ക്യാപ്റ്റൻ ശ്രമിക്കുന്നുണ്ടോ? CSKയുടെ തകർച്ചയ്ക്ക് കാരണം ഋതുരാജിന്റെ ക്യാപ്റ്റൻസി തന്നെയല്ലേ? നമുക്ക് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി പരിശോധിക്കാം. മത്സരശേഷം സംസാരിക്കവേ ഋതുരാജ് ഗെയ്ക്വാദ് തികച്ചും പ്രതിരോധത്തിലൂന്നിയ പ്രസ്താവനകളാണ് നടത്തിയത്. ചില പ്രധാന കളിക്കാരുടെ അഭാവവും പരിക്കുകളുമാണ് ടീമിന്റെ പരാജയത്തിന് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞുവെക്കാൻ ശ്രമിച്ചത്. ക്രിക്കറ്റിൽ വിജയപരാജയങ്ങൾ മറ്റ് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും എല്ലാ കളിക്കാരും തങ്ങളുടെ കഴിവിന്റെ പരമാവധി ഗ്രൗണ്ടിൽ പുറത്തെടുക്കുന്നുണ്ടെന്നും ഋതുരാജ് വാദിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രകടനമാണ് ഈ വർഷം ടീം കാഴ്ചവെച്ചതെന്ന് പറഞ്ഞ് തന്റെ സഹതാരങ്ങളെയും മാനേജ്മെന്റിനെയും പിന്തുണയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സഹതാരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഇത്തരം വാക്കുകൾ ആവശ്യമാണെന്ന് തോന്നാമെങ്കിലും യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കാൻ ഋതുരാജ് ശ്രമിക്കുന്നത് ആരാധകരെ ചൊടിപ്പിക്കുന്നുണ്ട്. CSKയുടെ ഈ സീസണിലെ തകർച്ചയ്ക്ക് കാരണം പ്രധാന കളിക്കാരുടെ പരിക്കോ അഭാവമോ മാത്രമല്ല എന്നത് വ്യക്തമാണ്. പരിക്കുകൾ ഏത് ടീമിനെയും ഏത് സീസണിലും ബാധിക്കുന്ന സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ടീമുകളിലൊന്നായ ചെന്നൈ സൂപ്പർ കിങ്സ് അത്തരം പ്രതിസന്ധികളെ മറികടക്കാനുള്ള ബാക്കപ്പ് പ്ലാനുകൾ എപ്പോഴും തയ്യാറാക്കാറുള്ളവരാണ്. എന്നാൽ ഇത്തവണ ടീമിൽ ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു എന്നത് മാനേജ്മെന്റിന്റെയും ക്യാപ്റ്റന്റെയും വലിയ വീഴ്ചയാണ്. ബാറ്റിംഗ് നിരയിലെ പ്രത്യേകിച്ച് മധ്യനിരയിലെ സ്ഥിരതയില്ലായ്മ ചെന്നൈയെ ഈ സീസണിലുടനീളം വേട്ടയാടുകയാണ്. സഞ്ജു സാംസണെ പോലെയുള്ള ഒരു ലോകോത്തര താരം മധ്യനിരയിൽ റൺസ് അടിച്ചുകൂട്ടിയിട്ടും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ മറ്റു ബാറ്റർമാർക്ക് സാധിക്കുന്നില്ല. നിർണായക ഓവറുകളിൽ ഡെത്ത് ബോളിംഗിൽ ബൌളർമാർ വൻതോതിൽ റൺസ് വഴങ്ങുന്നതും CSKയുടെ പരാജയങ്ങൾക്ക് വലിയ കാരണമായിട്ടുണ്ട്. ഇത്തരം തന്ത്രപരമായ പിഴവുകൾക്ക് പരിക്കിനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതിനെല്ലാം പുറമെ ഋതുരാജ് ഗെയ്ക്വാദിന്റെ മോശം ഫോമും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുമാണ് CSK നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഗെയ്ക്വാദിന് പലപ്പോഴും തന്റെ പഴയ ബാറ്റിംഗ് മികവ് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. നായക സ്ഥാനത്തിന്റെ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഋതുരാജ് പവർ പ്ലേ ഓവറുകളിൽ വരുത്തിവെക്കുന്ന ഡോട്ട് ബോളുകൾ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള മറ്റു ബാറ്റർമാരെ വലിയ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലും തന്ത്രങ്ങളിലും ആ പഴയ CSK ക്യാപ്റ്റൻസിയുടെ കൃത്യത ഒട്ടും കാണാനില്ല. MS ധോണി പകർന്നു നൽകിയ ആ ശാന്തതയോ തന്ത്രപരമായ നീക്കങ്ങളോ ഋതുരാജിൽ നിന്നും ഉണ്ടാകുന്നില്ല. ബൌളർമാരെ കൃത്യമായി ഉപയോഗിക്കുന്നതിലും ഫീൽഡ് ഒരുക്കുന്നതിലും വലിയ പതർച്ചകൾ ഗെയ്ക്വാദിനുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ കളി കൈവിട്ടു പോകുമ്പോൾ ഒരു ലീഡർ എന്ന നിലയിൽ ടീമിനെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. തോൽവികളുടെ ഉത്തരവാദിത്തം പരിക്കിന്റെയും മറ്റു ബാഹ്യഘടകങ്ങളുടെയും മേൽ ചാരി രക്ഷപ്പെടുന്നതിനു പകരം സ്വന്തം ബാറ്റിംഗിലെയും ക്യാപ്റ്റൻസിയിലെയും വീഴ്ചകൾ ഗെയ്ക്വാദ് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. സ്വയം ഫോമിലേക്ക് ഉയരാതെയും മികച്ച തന്ത്രങ്ങൾ മെനയാതെയും മറ്റു ഘടകങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഒരു നല്ല ക്യാപ്റ്റന് ചേർന്നതല്ല. സഞ്ജു സാംസണെ പോലെയുള്ള പരിചയ സമ്പന്നരായ താരങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും ഗ്രൗണ്ടിൽ കൂടുതൽ ആക്റ്റീവ് ആകാനും ഋതുരാജ് തയ്യാറാകണം. CSKയുടെ 6ാം കിരീടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ക്യാപ്റ്റൻ തന്റെ ഈ ന്യായീകരണ ശൈലി അവസാനിപ്പിച്ച് മാസ് പ്രകടനവുമായി മുന്നോട്ട് വരിക തന്നെ വേണം. ഋതുരാജ് ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസി ചെന്നൈക്ക് തിരിച്ചടിയാകുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തോൽവികൾക്ക് കാരണം പരിക്കുകളാണെന്ന ക്യാപ്റ്റന്റെ വാദം ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും കൃത്യമായ വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്